കേരള പുരാവസ്തു വകുപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് വിജിൽ മോഹനൻ. ഈ മാസം 30-ന് ചെമ്പന്തൊട്ടിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം ഉദ്ഘാടന ചടങ്ങിൽ ശ്രീകണ്ഠപുരം നഗരസഭയെ ഒഴിവാക്കിയത് തിരുത്തിയില്ലെങ്കിൽ ഉദ്ഘാടന വേദിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ പറഞ്ഞു. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ചെമ്പന്തൊട്ടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക മ്യൂസിയം ഉദ്ഘാടനം വിവാദത്തിൽ. ഉദ്ഘാടന ചടങ്ങിൽ പോസ്റ്ററിലോ ബോർഡിലോ സ്ഥലം വാർഡ് മെമ്പറെയോ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ശ്രീകണ്ഠപുരം നഗരസഭ അധ്യക്ഷയെയോ ഒന്നും ഉൾപ്പെടുത്താത്തത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനും ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലറുമായ വിജിൽ മോഹനൻ പറഞ്ഞു. തികച്ചും പ്രോട്ടോകോൾ ലംഘനമാണ് ഉദ്ഘാടന ചടങ്ങിൽ പ്രസിദ്ധപ്പെടുത്തിയ പോസ്റ്ററിൽ ഉള്ളതെന്നും കേരള പുരാവസ്തു വകുപ്പ് ഇത് തിരുത്തിയില്ലെങ്കിൽ 30-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തുമെന്നും വിജിൽ മോഹനൻ പറഞ്ഞു. ആഗസ്റ്റ് 30-ന് പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം. സ്ഥലം MLA സജി ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ MPയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിയും ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും മുൻമന്ത്രി KC ജോസഫും ഉൾപ്പെടെയുള്ളവരാണ് ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് നമ്മുടെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ ചെമ്പന്തൊട്ടിയിൽ സ്ഥാപിക്കുന്ന ബിഷപ്പ് വള്ളോപ്പള്ളി പിതാവിന്റെ സ്മാരകമായി പണി പൂർത്തിയാക്കിയിരിക്കുന്ന കുടിയേറ്റ മ്യൂസിയം ഈ മാസം 30-ാം തീയതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് അവിടെ കടന്നു വരുന്നത്. പക്ഷേ അത്തരത്തിലൊരു സ്ഥാപനം, ഒരു പൊതുസ്ഥാപനം അവിടെ കടന്നു വരുമ്പോൾ അതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് രാഷ്ട്രീയ അന്ധത ബാധിച്ചുകൊണ്ട് ചില ആളുകൾ പെരുമാറുകയാണ്. അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ നഗരസഭയിൽ വെച്ച് നടക്കുന്ന നഗരസഭയുടെ 2-ാം വാർഡിന്റെ പരിധിയിൽ വരുന്ന ആ സ്ഥാപനത്തിൽ അത്തരത്തിലൊരു ഉദ്ഘാടന ചടങ്ങ് നടത്തുമ്പോൾ സ്വാഭാവികമായും പ്രോട്ടോകോൾ പ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള ഒരു ചട്ടങ്ങളും അവിടെ പാലിച്ചിട്ടില്ല. നഗരസഭയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ നഗരസഭയുടെ മാതാവ് അല്ലെങ്കിൽ നഗരസഭാ ചെയർപേഴ്സണെ അതിന്റെ പോസ്റ്ററിലും നോട്ടീസിലും കൃത്യമായി ഉൾപ്പെടുത്തണ്ടേ? സ്ഥലം വാർഡ് കൗൺസിലറെ 1200-ഓളം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വാർഡ് കൗൺസിലറെ ആ നോട്ടീസിൽ അവർ ഉൾപ്പെടുത്തണ്ടേ? ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആരും തന്നെ നഗരസഭയുടെ പ്രതിനിധികൾ ആരും തന്നെ ആ മീറ്റിംഗിലേക്ക് വരാൻ പാടില്ല എന്നും അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വരാൻ പാടില്ല എന്നും പൊതുമധ്യത്തിൽ അവരെടുത്ത എഫേർട്ട് ഒന്നുമല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പുരാവസ്തു വകുപ്പ് നടത്തിയിരിക്കുന്നത്. അതിനെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുരാവസ്തു വകുപ്പിന്റെ ആളുകളെയൊക്കെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ആ ഉദ്ഘാടന ദിവസം അവിടെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് തിരുത്താൻ തയ്യാറാവണം. ജനാധിപത്യപരമായിട്ടുള്ള മര്യാദകൾ, പ്രോട്ടോകോളുകൾ ആ ഉദ്ഘാടന ചടങ്ങിൽ പാലിക്കാൻ ഈ കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അതിന്റെ അധികൃതരും തയ്യാറാവണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്.